നമ്മുടെ സംസ്ഥാനം അതിദാരിദ്ര്യമുക്തമായി. എങ്ങനെയാണ് അത് സംഭവിച്ചത് എന്നല്ലേ ലോകം ആശ്ചര്യപ്പെടുന്നത്. അത് LDF ആയതുകൊണ്ടല്ലേ. എന്താണ് LDFിൻ്റെ പ്രത്യേകത? എന്താണ് UDFിൻ്റെയും BJPയുടെയും പ്രത്യേകത? UDFും BJPയും ഒരേ നയമാണ്, കോൺഗ്രസും BJPയും ഒരേ നയമാണ്. അതായത് ആഗോളവൽക്കരണ നയം. ആഗോളവൽക്കരണ നയത്തിൻ്റെ പ്രത്യേകത എന്താ? കോർപ്പറേറ്റുകളെയാണ് സഹായിക്കുക, കോർപ്പറേറ്റുകൾക്കാണ് പിന്തുണ, സമ്പന്നരെ അതിസമ്പന്നരാക്കുകയാണ്. LDF ആഗോളവൽക്കരണ നയമല്ല, ജനപക്ഷത്താണ് നിൽക്കുന്നത്, പാവപ്പെട്ടവരുമാണ് പ്രതിബദ്ധത. അതിൻ്റെ ഭാഗമായല്ലേ ഈ കാര്യം ആലോചിക്കാൻ കഴിഞ്ഞത്. നമ്മുടെ രാജ്യത്ത് നമ്മളെക്കാളും നല്ല സാമ്പത്തിക ശേഷിയുള്ള സംസ്ഥാനങ്ങളില്ലേ? ഏതെങ്കിലും സംസ്ഥാനത്ത് ഇത് ആലോചിക്കാൻ കഴിഞ്ഞോ? കേരളം അതിദാരിദ്ര്യമുക്തമായി എന്ന് പ്രഖ്യാപിച്ചതിന് ശേഷം കേരളം ഇങ്ങനെ ആയിട്ടുണ്ടല്ലോ, ഞങ്ങളും നോക്കട്ടെ എന്ന് ആരെങ്കിലും ചിന്തിച്ചോ? ഏതെങ്കിലും സംസ്ഥാനം നോക്കിയോ? അവിടെയാണ് വ്യത്യാസം. അതാണ് LDFിൻ്റെ പ്രത്യേകത. ആ പ്രത്യേകത ജനങ്ങൾ നല്ലതുപോലെ മനസ്സിലാക്കുന്നുണ്ട്. നിങ്ങളിന്ന് കേരളത്തിൻ്റെ എല്ലാ രംഗങ്ങളും എടുത്തോ, എത്രമാത്രം അഭിവൃദ്ധിയാണ് ഉണ്ടായിട്ടുള്ളത്? നിത്യജീവിതത്തിൽ വന്ന മാറ്റങ്ങൾ എത്രത്തോളമാണ്? ഇത് മറച്ചു വെക്കണം, ഇതിലേക്ക് ആളുകൾ ശ്രദ്ധിക്കരുത്. മറ്റ് തരത്തിൽ വിവാദങ്ങൾ ഉണ്ടാക്കാൻ പറ്റും. അതിന് പച്ച നുണ അവതരിപ്പിച്ചിട്ട് നുണകളുടെ ഒരു ഘോഷയാത്രയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായി ആളുകളുടെ ശ്രദ്ധ തിരിച്ചുവിടാൻ പറ്റുമെന്നാണ് നോക്കുന്നത്. പക്ഷേ അതൊന്നും ജനങ്ങളെ ഏശില്ല. ജനങ്ങൾ അവരുടെ ജീവിതാനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് തീരുമാനങ്ങൾ എടുക്കുക എന്നുള്ളത് നമ്മൾ കാണും. സോഫ്റ്റ്വെയർ തട്ടിപ്പ് ആരോപണം കൂടി ഉന്നയിക്കുന്നുണ്ട്. അതായത് ദിനേശ് സംഘത്തിന് സോഫ്റ്റ്വെയർ, സഹകരണ ബാങ്കുകളുടെ ഏകോപിപ്പിക്കുന്ന സോഫ്റ്റ്വെയറിന് ടെൻഡർ നൽകി അത് ഉയർന്ന വിലക്കാണെന്നൊക്കെയാണ് ആരോപണം. ഈ എല്ലാ സംഗതികൾക്കും മറുപടി പറയാൻ പുറപ്പെട്ടാൽ അത് അവരുടെ ഒരു അജണ്ട നടപ്പാകലാവും. കാരണം ഇല്ലാത്തൊരു കാര്യം ഉന്നയിക്കുക, അങ്ങനെ ഉന്നയിച്ചിട്ട് അതിനകത്ത് LDFിനെ കുടുക്കിയിടുക. LDF നാടിൻ്റെ വികസനത്തെപ്പറ്റി പറയാതിരിക്കുക. നാടിൻ്റെ വികസനത്തെപ്പറ്റി പറയുന്നത് ഇവർക്ക് പ്രയാസം സൃഷ്ടിക്കും എന്നാണ് അവർ കാണുന്നത്. അതിനു വേണ്ടിയുള്ള ചില കുതന്ത്രങ്ങളാണ് ഇപ്പോൾ പ്രയോഗിച്ചു കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ എല്ലാ കാര്യത്തിലും നമ്മുടെ രമേശ് ചെന്നിത്തല ചിലരോട് മത്സരിച്ചു കൊണ്ടിരിക്കുന്ന കാലമാണ്. അങ്ങനെ മത്സരിച്ചു കൊണ്ടിരിക്കുന്ന ഈ അഴിമതി കാര്യങ്ങൾ ഉന്നയിച്ച് അത് നുണ എന്ന രീതിയിൽ നല്ല രീതിയിൽ കെട്ടിച്ചമച്ച് ഉന്നയിക്കുക, അതിലും മത്സരിച്ചു കൊണ്ടിരിക്കുക. പക്ഷേ ഇവർക്കൊക്കെയുള്ളൊരു ഗുണം കണ്ടാലും കൊണ്ടാലും പഠിക്കില്ല എന്നുള്ളതാണ്. നമ്മുടെ ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്ന് എത്ര നിശിതമായ വിമർശനമാണ് ഇവർക്ക് നേരിടേണ്ടി വന്നത്. നിങ്ങൾ എന്തിനാണ് ഹൈക്കോടതിയിലേക്ക് വരുന്നതെന്ന് തന്നെ ചോദിച്ചില്ലേ? ചീഫ് പോപ്പുലാരിറ്റിക്ക് വേണ്ടി വരുന്നതല്ലേ എന്ന് ചോദിക്കുന്ന നിലയുണ്ടായില്ലേ? ഉത്തരവാദപ്പെട്ട രാഷ്ട്രീയ നേതാവിന് ലഭിച്ച ഏറ്റവും കടുത്ത വിമർശനമായിരുന്നില്ലേ അത്?